ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെയാണ് നമ്മുടെ ഉണക്കച്ചെമ്മീനും മീനൊക്കെ തിരിയുന്നത് കണ്ടത്. അവരവിടെ നിന്ന് തിരിയുന്നത് കണ്ടിട്ട് ഞാൻ നേരെ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അതിൽ അമ്മ ചെമ്മീൻ ഉപ്പും മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹമുള്ള അമ്മ. ഇനി നേരെ നമുക്കിത് പിന്നെ ഒരു ചട്ടിയൊക്കെ എടുത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ചെമ്മീൻ അങ്ങോട്ട് വറക്കാനിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണ്ടായിരുന്നു, വെന്തോ വെറുത്തോ മുരിഞ്ഞോ എന്നൊക്കെ അറിയാം. അങ്ങനെ ഈ പരിവായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ 2-3 ഇഡ്ഡലി അങ്ങോട്ട് എടുത്തു. പിന്നെ അമ്മ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് അതിലോട്ട് എടുത്ത് അങ്ങോട്ട് ഒഴിച്ച്. പിന്നെ നമ്മൾ ഇപ്പം വറുത്ത ചെമ്മീനില്ലേ അതങ്ങോട്ട് എടുത്തിട്ട് ഇനി എന്തെങ്കിലും കറി ഇതിലോട്ട് ഇടാനുണ്ടാന്ന് നോക്കിയപ്പോഴാണ് എന്തോ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ടായി അമ്മ. അതും കൂടിയും കുറച്ചെടുത്തിട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. വന്ന് ഫ്രണ്ട്സൊക്കെ എന്നോട് എല്ലാ ദിവസവും ഇഡ്ഡലിയാണ് വീട്ടിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. ഏകദേശമൊക്കെ ശരിയാണ് ഗൈസ്, ഇഡ്ഡലി അല്ലെങ്കിൽ പുട്ട്, അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഞാനുണ്ടാക്കിയ ചെമ്മീൻ വറുത്തതും ഇഡ്ഡലിയുമായോണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മളുണ്ടാക്കിയ കാപ്പി, അത് മസ്റ്റാണല്ലോ. പക്ഷെ കുടിച്ചപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. പഞ്ചസാര ഇട്ടിട്ടുണ്ടായില്ല, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലോട്ട് ചെന്നപ്പോൾ അവിടുത്തെ അംഗം മഞ്ജു ചങ്കൂറ്റം നെഞ്ചില് ചങ്കൂറ്റം മഞ്ജുന്റെ പെണ്ണ. അങ്ങനെ ക്ലാസ്സിലിരുന്ന് നേരം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഏകദേശം 4 മണിയായപ്പോൾ നമ്മ നേരെ ജിമ്മി ചെന്നപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞ് അവിടെ ഉണ്ടായില്ല. പിന്നെ ഞാൻ തന്നെ എന്നെ കണ്ണാടിയിലൊക്കെ നോക്കി ആ ഭംഗിയൊക്കെ നോക്കി അങ്ങനെ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വർക്കൗട്ട് സ്റ്റാർട്ട്. അതെ ഗൈസ്, ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ലെഗ് ഡേ ആയിരുന്നു. ലെഗ് ഡേന്റെ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം ഈ ചെയ്യണ ലഞ്ച്. അങ്ങനെ പതിവ് പോലെ ഏറ്റവും ഇഷ്ടമില്ലാത്ത എക്സസൈസ് ഏറ്റവും ആദ്യം ഞാൻ. അപ്പോഴേക്കും ജിമ്മിലേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. പിന്നെ അടുത്ത് എന്ത് ചെയ്യാന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് ഓർത്തത് ഇതും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, പക്ഷേ സ്കോട്ട് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യമാണ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വളരെ. അങ്ങനെ ഓരോ സെറ്റ് കഴിയുമ്പോഴും കുറച്ച് വെയിറ്റ് ഒക്കെ കൂട്ടിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച്. നല്ല പാടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങുമെന്ന് തോന്നണില്ല. ഫുഡ് കഴിക്കാനാണെങ്കിൽ എനിക്ക് ഇത്ര പാടൊന്നും തോന്നാറില്ല. പക്ഷെ അങ്ങനെ സ്കോട്ട് കഴിഞ്ഞ് നേരെ ലെഗ് പ്രസിന്റെ മെഷീനിലോട്ട് കയറി. അതെനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതെനിക്ക് ചെയ്യണ കുറച്ച് ഇഷ്ടമൊക്കെയാണ്. ആകെ ലെഗ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള കുറച്ച് വർക്കൗട്ട് ലെഗ് പ്രസ്സും എക്സ്റ്റൻഷനൊക്കെ തന്നെ. കാര്യം അത് ഇഷ്ടമാണെങ്കിലും ഞാൻ അവശതയായി ഗൈസ്, ചത്ത്. അങ്ങനെ കുറച്ച് നേരത്തെ റെസ്റ്റിന് ശേഷം ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് പോയി. അത് ഞാൻ പതിയെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിനർ ബിനോയ് എന്നെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഇതോടുകൂടി ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഗൈസ്. അയ്യോ, ചത്ത്. അങ്ങനെ ആ അംഗത്തിന് ശേഷം ഞാൻ കുറച്ചു നേരം ഒളിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ പതിയെ വന്ന് ലെഗ് കേൾസ് ചെയ്തു. അതും കഴിഞ്ഞിട്ട് നേരെ പോയി കാസിൻ്റെ ഒരു 3 വെറൈറ്റിയും ചെയ്ത് ഇന്നത്തെ ലെഗ് വർക്കൗട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലായിടത്തും ഓടിയിടുന്നവരെയൊക്കെ വീഡിയോ എടുക്കും, വെറുതെ തമാശ പറയും. അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടികൾ. ഇതിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കണ എന്തോ തിരുവാതിരയുടെ പുതിയ ഏതോ സ്റ്റെപ്പാണ് പഠിപ്പിച്ചു കൊടുത്തേക്കണത്. എല്ലാവരും ഇവിടെ നോക്കൂ ഗൈസ്, ഇവനാണ് ആ തിത്തൈ തകതൈ സ്റ്റെപ്പിൻ്റെ ഉടമസ്ഥൻ. ഇവനാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ എൻ്റെ ലെഗ് വർക്കൗട്ടൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം കുറച്ച് അപരാധങ്ങളുടെ വെറൈറ്റീസ് ഒക്കെ കണ്ട് ഞാൻ അങ്ങനെ കിടക്കാണ് ഗൈസ്. കുറച്ച് അപരാധങ്ങളിൽ മെയിൻ ഈ അവതാർ പി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇരുട്ടായോണ്ട് ഒന്നും കാണുന്നില്ല ജോമു. ജിമ്മ് കഴിഞ്ഞാൽ അൺഹെൽത്തി ഫുഡ് അത് നിർബന്ധമാണ്. ഞങ്ങളുടെ ഡയറ്റിൽ അത് എന്തായാലും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ നേരെ ഭീമയുടെ ഫ്രണ്ടിലുള്ള ചാട്ട് സെന്ററിലേക്ക് എത്തി. ഞാൻ ഒരെണ്ണത്തിൽ കഴിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം.
പറ. നമ്മൾ വിചാരിക്കുമ്പോഴെല്ലാം നല്ല ക്വാണ്ടിറ്റി ആണ്. ഇത്ര നല്ല പാനിപ്പൂരി വേറെ എവിടെയും കിട്ടില്ല. നമ്മുടെ സ്വന്തം സത്യം. Don't forget to like, share, subscribe.